നിങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുക. നിങ്ങൾ പക്ഷെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാകാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തന്നെ നമുക്കത് വെളിപ്പെടുത്തി തരണം. ഈ ബുധനാഴ്ച ദിവസം നവംബർ മാസം 11-ാം തീയതി 2020 നമുക്കൊരുമിച്ച് ദൈവസേനയിലെടുത്ത് വരുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് സുപരിചിതമായ വേദവാക്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ അകത്ത് നിങ്ങൾ എത്രമാത്രം അതിനെ മനസ്സിലാക്കിയെന്ന് ഒന്നുകൂടൊന്ന് വിലയിരുത്തുവാൻ വേണ്ടിയിട്ട് ഞാൻ ആ വചനത്തിൽ കൂടി തന്നെ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പിതാവിൻ്റെ സ്നേഹമാണ് നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കതിന് വണ്ണം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. നമ്മൾ പിതാവിനെ പിതാവെന്ന് വിളിക്കുവാൻ തക്കതിന് വണ്ണം. ഈ ഭൂമിയിലുള്ള എല്ലാവരും ദൈവത്തിന് ആദമിൽ കൂടി ജനിച്ച മക്കളാണ്. പക്ഷെ ആദമിനെ സൃഷ്ടിക്കുമ്പോൾ ആദം ദൈവത്തിൻ്റെ മകനായിരുന്നു. പക്ഷെ ആദമിൽ നിന്ന് ജനിച്ച മക്കളൊക്കെയും ദൈവത്തിൻ്റെ ആണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. കാരണം പാപത്തിൽ നിന്നാണ് ജനിച്ചത്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചെന്ന് ദാവീദ് സങ്കീർത്തനത്തിൽ എഴുതി. ദൈവത്തിന് റിബല്യസ് ആയിപ്പോയി ആദമിൽ നിന്ന് ജനിച്ച വ്യക്തികൾ. അതുകൊണ്ടാണ് ആദമിൽ എല്ലാവരും മരിക്കുന്നു, ആദമിൽ എല്ലാവരും പാപം ചെയ്തു. ക്രിസ്തു വന്നത് വീണ്ടും ആ മക്കളെന്ന പദവിയിലേക്ക് നമ്മളെ എത്തിക്കാൻ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമുക്ക് യാതൊരു യോഗ്യതയില്ല. പിതാവാം ദൈവത്തിൻ്റെ അവകാശത്തിലേക്ക് ചെല്ലുവാൻ നമുക്ക് യാതൊരു യോഗ്യമില്ല. ഇന്നും അനേകർക്ക് ദൈവം ദൈവമാണ്, പിതാവല്ല. ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക് മാത്രമേ ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ പറ്റൂ. ബാക്കി എല്ലാവരും ദൈവം എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അനേക ദൈവങ്ങളുള്ളത്. ദൈവങ്ങളെന്ന് പറയുന്ന അനേകരുണ്ട്. നമുക്കൊരൊറ്റ ദൈവമേ ഉള്ളൂ, നമുക്കൊരു പിതാവേ ഉള്ളൂ. അനേക പിതാവ് ഒരിക്കലും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവവും പിതാവുമാണ്. അനേകർക്ക് ദൈവമെന്ന് പറയുന്നു, ദൈവമെന്ന് വിളിക്കുന്നു. പക്ഷെ അത് ദൈവമല്ല, അവരറിഞ്ഞിരിക്കുന്ന ദൈവമല്ല. യഥാർത്ഥ ദൈവത്തെ ഒരു വ്യക്തി അറിഞ്ഞാൽ ആ ദൈവം അവർക്ക് പിതാവായി തീരും. എന്നെങ്കിൽ മാത്രമേ അവർ ദൈവത്തിൻ്റെ മകൻ ആകുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാനൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്നെന്ന് വിചാരിച്ചിട്ട് ആ കുടുംബത്തിലെ മാതാവ് പിതാവ് എൻ്റെ അപ്പനും അമ്മയുമാണ്, പക്ഷെ എന്ന് വിചാരിച്ച് ഞാൻ ദൈവത്തിൻ്റെ മകനോ ആകുന്നില്ല. ദൈവത്തിൻ്റെ മകനാകുന്നത് ഞാൻ യേശുക്രിസ്തുവിൽ കൂടി ആ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മതമല്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ തക്കതിന് വണ്ണം യോഗ്യത നേടുന്നതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ആരംഭം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്വാളിറ്റിയുമല്ല, നമ്മുടെ ഒരു ക്വാളിഫിക്കേഷനുമല്ല, നമ്മുടെ യാതൊരു യോഗ്യതയുമല്ല, പിതാവിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയാൻ പറ്റാത്തത്. ദൈവത്തോട് പിറുപിറുക്കാനോ ദൈവത്തോട് തള്ളിപ്പറയാനോ യഥാർത്ഥ ഒരു വിശ്വാസിക്ക് പറ്റത്തില്ല. കാരണം അപ്പനായത് എൻ്റെ യോഗ്യത കൊണ്ടൊന്നല്ല. അപ്പം ഈ ഒരു വെളിപ്പാട് തന്നെ ഉണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതിനും വചനം വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒരു വ്യക്തിയോട് പറയേണ്ട കാര്യമില്ല. ദൈവം എനിക്കിങ്ങോട്ട് തന്നാൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാര്യം അവർ ഇതുവരെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? ലോകം ദൈവത്തെ അറിയാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ മക്കളായ നമ്മെ ലോകത്തിന് മനസ്സിലാകുന്നില്ല എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല.
അപ്പോൾ അവനെ അറിഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ നമ്മെ അറിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്നാരും എന്നെ അറിയുന്നില്ലെങ്കിൽ ഓർത്തോണം, അവർക്ക് ദൈവത്തെ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ വളരെ ഒത്തിരി വെളിപ്പാടുള്ള കാര്യമാണ്. ഒരു വ്യക്തിക്ക് എന്നെ മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാൽ, ഞാൻ ആത്മീയനായിട്ട് ജീവിക്കുമ്പോൾ എന്നെ മനസ്സിലാകുന്നത് പറഞ്ഞാൽ എനിക്കൊരു ഭാരപ്പെടേണ്ട കാര്യമല്ല. യേശു ഇവിടെ വന്നപ്പോൾ യേശുവിനെ അവർക്ക് മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ വലിയ ആത്മീയ സത്യങ്ങളാണ്. കാരണം ബൈബിൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ലോകം അവനെ അറിഞ്ഞിട്ടാൽ ഇല്ലായ്ക കൊണ്ട് നമ്മെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ, അവനെ അറിഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ നമ്മളെ അറിയത്തുള്ളൂ. നമുക്ക് നേരത്തെ ക്രിസ്തു വിശ്വാസത്തിൽ ജീവിക്കുന്നവരെ നമുക്കറിയത്തില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം അന്ന് നമുക്ക് ദൈവത്തെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തെ അറിയാതെ ജീവിച്ച്, കാരണം ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ ജീവിക്കുന്നവരെ നമുക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തെ അറിയാതായിരുന്നു അന്ന് വരെ ജീവിച്ചത്. ഇന്ന് നമ്മൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ അറിയുന്നില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നവർക്ക് അറിയാൻ പറ്റില്ല. കാരണം അവർക്ക് ദൈവം പിതാവല്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നോക്കിക്കേ, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. നമ്മൾ എങ്ങനെയാകുമെന്നുള്ളത്, ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ആർക്കറിയാം? ഈ യേശുവിനെ സ്വീകരിച്ച് മകൻ അല്ലെങ്കിൽ മകൾ ആയ വ്യക്തിക്ക്, പ്രൈസ് ദി ലോർഡ്, മകൻ മകൾ എന്നുള്ള ഒരു പൊസിഷൻ ദൈവരാജ്യത്തിലില്ല. കാരണം എല്ലാവരെയും മക്കളെന്നാണ് വിളിക്കുന്നത്. മകൾ എന്നുള്ളൊരു പൊസിഷനില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ്? ദൈവരാജ്യത്തിന് ആണും പെണ്ണുമില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ശകൻ ദാസൻ എന്നില്ല, ആണും പെണ്ണും എന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അവിടെ വിവാഹം നടക്കുന്നില്ല. യേശുവിനോട് ചിലർ ചോദിച്ചു, സ്വർഗത്തിൽ ആരായിരിക്കും ഇവൻ്റെ ഭർത്താവ്? 7 പേര് മരിച്ചു. അപ്പോൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് ദൈവരാജ്യത്തെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ട് അവിടെ വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, വിവാഹം നടക്കുന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ആണും പെണ്ണുമില്ല, എല്ലാവരും ഒരുപോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവൻ പ്രത്യക്ഷനാകുമെന്ന അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട്. നോക്കി, അപ്പോൾ യേശു എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നമ്മെ കാണാം. അതുപോലെ നമ്മൾ അവനോട് സദൃശ്യരാകുമെന്ന് നാം അറിയുന്നു. പക്ഷെ എത്ര ക്രിസ്ത്യാനികൾക്ക് ഈ അറിവുണ്ട്? ഈ അറിവ് ഇല്ലെങ്കിൽ വലിയ പരാജയമാണ്. ഈ അറിവ് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. കാരണം എന്താ? ഈ അറിവില്ലാത്ത വ്യക്തി ഈ ലോകത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ അറിവുള്ള വ്യക്തി ഒരിക്കലും ലോകത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, when he shall appear we shall be like him for we shall see him as he is. അവനെ കാണുന്നത് പോലെ നമ്മൾ അന്നേ കാണാൻ പറ്റും. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മൾ എന്തോ ആകുമെന്ന്. അവൻ വരുമ്പോൾ മാത്രമേ നമ്മൾ എന്തോ ആകുമെന്ന് ഒക്കെ. പക്ഷെ ഇപ്പം അറിയാം, അവൻ ഇരിക്കുന്നത് പോലെ ഞാൻ ആകുമെന്ന് അറിയാം. പക്ഷേ അവൻ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം നമുക്കറിയത്തില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോഴേ അറിയത്തുള്ളൂ. പക്ഷേ അവൻ ഇരിക്കുന്നത് പോലെ ഞാൻ ആകുമെന്ന് അറിയുന്നു. ഇതാണ് വിഷയം. മതവും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള വ്യത്യാസം അതാ. മറ്റു മതങ്ങളൊന്നും ഒരിക്കലും സ്വർഗത്തിൽ പോകാമെന്നൊക്കെ പഠിപ്പിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മോക്ഷം കിട്ടുമെന്നൊക്കെ പഠിപ്പിക്കുന്നേ ഉള്ളൂ. അവൻ്റെ കൂട്ടാകുമെന്ന് ഒരു മതവും പഠിപ്പിക്കുന്നില്ല. അവൻ്റെ കൂട്ടാകുമെന്ന് പ്രത്യാശയുള്ള എത്ര ക്രിസ്ത്യാനിയുണ്ട്? തിന്നുക, കുടിക്കുക, നാളെ മരിക്കുമല്ലോ, ആനന്ദിക്കുക അല്ലേ? ഇതല്ലേ ഇപ്പോഴും രക്ഷിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയുടെ അവസ്ഥ? തിന്നുക, കുടിക്കുക, ഇവിടെ എന്തെങ്കിലുമൊക്കെ നേടുക, നാളെ മരിക്കുമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. അടുത്ത വചനം. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നവർ തന്നെ നിർമ്മലീകരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവനിൽ ഈ പ്രത്യാശ ഇല്ലാത്തവൻ ഒരിക്കലും അവൻ നിർമ്മലനായിരിക്കുന്നവർ താൻ നിർമ്മലീകരിക്കുന്നില്ല. ഇതിൻ്റെ ടെൻസൊക്കെ നിങ്ങൾ നോക്കണം. ഒരു വ്യക്തി അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ താൻ നിർമ്മലീകരിക്കുന്നില്ലെങ്കിൽ എന്തോ ഇല്ല,
പ്രത്യാശയില്ല. അതാ വളരെ. ഇനി പ്രത്യാശ ഉണ്ടെന്ന് പറയുകയും അവൻ നിർമ്മലനായിരിക്കുന്നവൻ നിർമ്മലീകരിക്കുന്നില്ലെങ്കിൽ പ്രത്യാശയില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞിടെ ഒരു ദിവസം ഒരു വ്യക്തിയോട് ചോദിച്ചു, കർത്താവ് വന്നാൽ പോകുമോ? അപ്പോൾ ഞാൻ ഒരു വിശ്വാസിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പോകും. പക്ഷെ അവിടെ ചോദ്യം, അവൻ നിർമ്മലനായിരിക്കുന്നവർ നിങ്ങൾ നിന്നെ തന്നെ നിർമ്മലീകരിക്കുന്നുണ്ടോ? പ്രത്യാശ ഉണ്ടെന്ന് പറയുകയും അവൻ നിർമ്മലനായിരിക്കുന്നവർ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നില്ലെങ്കിൽ ഫോഷ്കാ പറയുന്നത്. ഇതാ ഞാൻ പറഞ്ഞ ഈ പ്രത്യാശ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇങ്ങനെ പ്രത്യാശയുള്ള വ്യക്തികൾക്ക് മാത്രമേ അവൻ നിർമ്മലനായിരിക്കുന്നവർ തന്നെ തന്നെ നിർമ്മലീകരിക്കാൻ പറ്റൂ. അല്ലാത്ത വ്യക്തി എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? ഇന്ന് അനേകർ വിചാരിച്ചോണ്ട് കർത്താവ് വന്നാൽ പോകുമോ? പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ഒരിക്കലും അവൻ നിർമ്മലനായിരിക്കുന്നവർ നിർമ്മലീകരിക്കുന്നില്ല. ടെൻസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. And every man that hath this hope in him purifieth himself even as he is pure. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലും ഞാൻ തന്നെത്താനെ നിർമ്മലീകരിക്കുന്ന വ്യത്യാസമുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ ഭൂരിഭാഗവും പഠിപ്പിക്കുന്നത് നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുക. പക്ഷെ അവൻ നിർമ്മലനായിരിക്കുന്നവരെ നിർമ്മലീകരിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നിർമ്മലീകരിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിർമ്മലീകരിക്കുന്നു. അത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആരിൽ? പ്രത്യാശയുള്ളവരിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ പ്രത്യാശ ഉണ്ടെന്ന് പറയും, തന്നെത്താൻ നിർമ്മലീകരിക്കുന്നില്ലെങ്കിൽ, അവൻ നിർമ്മലനായിരിക്കുന്നവർ നിർമ്മലീകരിക്കുന്നില്ലെങ്കിൽ പ്രത്യാശയില്ല. അപ്പോൾ പ്രത്യാശ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇന്ന് അനേകർക്ക് ക്രിസ്ത്യൻ സമൂഹത്തിന് പ്രത്യാശയില്ല. ഇന്ന് വീണ്ടും ജനിച്ച അനേക വ്യക്തികളെ ഇവിടെ നിർത്തി ചെയ്തിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് പ്രത്യാശയുണ്ട് കർത്താവ് വരുമ്പോൾ പോകും? ഇല്ലെന്ന് പറയും. കാരണം എന്താ? പ്രത്യാശ ഇല്ലാത്തതുകൊണ്ട് അവരുടെ ജീവിതശൈലിയെ വേറെയാ. ആ പ്രത്യാശ ഇല്ലെങ്കിൽ പിന്നെ എന്തുവാ ചിന്ത? ഓ, അങ്ങനെ വല്ലതും ഉണ്ടോ? എങ്ങനെയാലും ഇവിടെ ജീവിച്ചു പോകണം അല്ലേ? ഞാൻ ചോദിക്കുക, ക്രിസ്ത്യൻ സമൂഹത്തിന് അങ്ങനെയല്ലേ താല്പര്യം? ഇവിടെ കാണുന്ന നന്മയൊക്കെ അല്ലേ താല്പര്യം? അത് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന, വചനവായന എല്ലാം എന്തിനു വേണ്ടിയിട്ടാ? ഇവിടെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാ? നോക്കി, അവൻ അത് അവിടെ തന്നെ അവിടെ മൂന്നാമത്തെ വാക്യം, ഇതിൻ്റെ അകത്ത് ഒത്തിരി കാര്യമാണ്. നോക്കി, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ വ്യത്യാസമുണ്ട്. ഞാനിവിടെ പലപ്പോഴും പഠിപ്പിക്കും വിശുദ്ധി എന്താണെന്ന്, നിർമ്മലീകരണം എന്താണ്. ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് വരുന്ന വിശുദ്ധി എന്ന് പറഞ്ഞാൽ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താ? നിർമ്മലീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ആരും ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. അല്ലെങ്കിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ പോലെ എനിക്ക് പോകാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഈ പ്രത്യാശയുള്ള എന്നിൽ നിന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യമാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കേണ്ട കാര്യമാണ്. ഇത് തമ്മിലാണ് വ്യത്യാസം. പക്ഷേ ക്രിസ്ത്യൻ സമൂഹം മൊത്തം ഇങ്ങനെ നിയമം കൊണ്ട് വെച്ചിരിക്കുക, ഉടുപ്പിട്, മീശ പഠിക്കുക, അങ്ങനെ വരണം. ഇതൊന്നും തന്നെത്താൻ നിർമ്മലീകരിക്കുകയല്ല. അവൻ നിർമ്മലനായിരിക്കും, അവൻ നിർമ്മലീകരിക്കുകയല്ല. ഇത് തമ്മിൽ എന്ത് വ്യത്യാസമാണ്? നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കി, ഇത് തമ്മിൽ എന്ത് വ്യത്യാസമാണ്? അവൻ നിർമ്മലനായിരിക്കുന്നു, തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴുകൻ തൻ്റെ ജീവിതം ജീവിക്കുന്നു എന്ന് പറയുന്നത് പോലെ കഴുകനോട് പറയണ്ട നീ കഴുകനെ പോലെ ജീവിക്കാൻ. ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നത് മൊത്തം നീ കഴുകനെ പോലെ ജീവിക്കുക, ദൈവത്തെ പോലെ ജീവിക്കാൻ പറയുന്ന അല്ലേ? അല്ല, അവൻ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നതാണ് പറഞ്ഞേ. അവന് ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. ചർച്ചിൽ വരാനോ വചനം വായിക്കാനോ പ്രാർത്ഥിക്കാനോ. ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഈ പ്രത്യാശ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് ഫോഴ്സ് ചെയ്യത്തില്ല. കാരണം എനിക്കറിയാം ഫോഴ്സ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഫോഴ്സ് ചെയ്താൽ നിങ്ങൾ ജഡത്തിലായിരിക്കും വരുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫോഴ്സ് ചെയ്താൽ നിങ്ങൾ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യുക. മറ്റേത് പ്രത്യാശയുള്ളവൻ ജീവിക്കുക. എൻ്റെ കണ്ണിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടയും എന്ന് പറയുന്ന പോലെ ഞാൻ ജീവിക്കുക.
അവൻ നിർമ്മലനായിരിക്കും. ഞാൻ തന്നെത്താൻ നിർമ്മലീകരിക്കുമെന്ന് പറഞ്ഞാൽ ഈ കണ്ണെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കണ്ണിൻ്റെ ഈ പോള, അതുപോലെ എൻ്റെ ജീവിതശൈലി. നോക്കിയ ക്രിസ്ത്യാനിറ്റിയിലെ വിശുദ്ധിയും ലോകം പഠിപ്പിക്കുന്ന വിശുദ്ധിയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹം ഇന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധിയും തമ്മിൽ എന്താ വ്യത്യാസമുണ്ട്? ഞാനൊരാളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് സ്നേഹിക്കുന്നതും എന്നിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സ്നേഹവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ഒരു വ്യക്തിയോട് പറയുക സ്നേഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോഴ്സ് നിമിത്തമാണ് സ്നേഹിക്കുന്നത്. ആ സ്നേഹം ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹമല്ല. ദൈവം നിർമ്മലനായിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ അകത്ത് എന്തോ ഇല്ല, പ്യുവർ ലവ് അല്ല. പ്യുവർ ലവ് എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്തുനിന്ന് ഓട്ടോമാറ്റിക്കായിട്ടൊരു വ്യക്തിയിലേക്ക് വരുന്നത് ലവാണ്. അല്ല, എനിക്ക് വല്ലതും കിട്ടുമെന്നും പറഞ്ഞ് ഞാൻ സ്നേഹിക്കുന്നതും പ്യുവർ ലവ് അല്ല. നമ്മൾ ദൈവമക്കളാണെന്ന് പറയുകയും ചെയ്യും. നമ്മളിൽ കൂടെ വരുന്ന സ്നേഹം ഏതാ? ദൈവത്തിൻ്റെ സ്നേഹമല്ലല്ലേ. നമ്മൾ നമ്മളെ തന്നെ നിർമ്മലീകരിക്കാൻ ശ്രമിക്കുക അല്ല, നിർമ്മലീകരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റാ. നിർമ്മലീകരിക്കണമെന്നല്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ പോലെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നതല്ലേ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ അവനെ പോലെ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെത്താനെ നിർമ്മലീകരിക്കണം, അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്. അതും ഇതിൽ തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? നിർമ്മലീകരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ജഡം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. നിർമ്മലീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിൽ നിന്ന് നടക്കുന്നൊരു സംഭവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കി, എവരി മാൻ ദാറ്റ് ഹാഡ് ദിസ് ഹോപ്പ്. പ്രത്യാശ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇന്ന് അനേകരോട് ചോദിച്ചാൽ കർത്താവ് വരുമെന്ന് പ്രത്യാശിക്കുന്നുണ്ടോ? ഇല്ല. ക്രിസ്ത്യൻ സമൂഹം ഇല്ല. അവർ ജീവിക്കുന്നത് കർത്താവ് വരുന്നതിനെ സ്വീകരിക്കാൻ വേണ്ടി അവനെപ്പോലെ ആകുമുള്ള പ്രത്യാശയിലല്ല. അപ്പോൾ നോക്കി, അവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കും? അവർ തങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ പ്രത്യാശ യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പ്രത്യാശയുള്ളൂ. ആ പ്രത്യാശയാണ് അവൻ നിർമ്മലനായിരിക്കുന്നവർ തന്നെത്താൻ നിർമ്മലീകരിക്കുന്ന ആ പ്രത്യാശ, അല്ലാതെ വേറെ ആരെയും ഫോഴ്സ് അല്ല, ഒരു സാഹചര്യമല്ല. അവൻ്റെ ആ പ്രത്യാശയാണ് അവന് ഇങ്ങനെ ജീവിക്കാനേ പറ്റൂ. യേശു നിർമ്മലനായിരിക്കും. ആ അതേ നിർമ്മലതയിൽ ജീവിക്കാനേ ആ വ്യക്തിക്ക് പറ്റൂ. ഈ പ്രത്യാശയുള്ള വ്യക്തിക്ക് വേറൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു ശക്തി, ഒരു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ ജീവിക്കാനേ പറ്റൂ എന്നൊരു ഫോഴ്സ് ഉണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ട് വചനം പറയുന്നതനുസരിച്ചായിരുന്നില്ല. മോനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കടാ, എഴുന്നേറ്റ് ബൈബിൾ വായിക്കടാ, ആരാധനയ്ക്ക് വാ. പ്രൈസ് ദി ലോർഡ്. ഉദ്ദേശം എന്താ? ആരാധനയ്ക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ സ്വയത്തിന് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ കൂട്ടയടിയും തമ്മിലടിയും ഒക്കെ മാറുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറുക. യേശുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിക്ക് എന്തിനാ തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പോകുന്നത്? തങ്ങളുടെ ആവശ്യം നേടാൻ വേണ്ടിയിട്ട് യേശുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിക്ക് പോകേണ്ട കാര്യമില്ല. എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഞാനായിരിക്കുന്ന സഭ മതി. എൻ്റെ ഒരു വിഷയത്തിന് വേണ്ടി പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ജീവിക്കുമ്പോൾ എന്നെ പിൻപറ്റുന്ന ദൈവം ആഗ്രഹിക്കുന്ന ബ്ലെസ്സിംഗ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. മുൻപേ അവൻ്റെ രാജ്യം നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതെല്ലാം ലഭിക്കുമെന്ന് പറയുന്ന ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്. എനിക്ക് ആ ബ്ലെസ്സിങ്ങിലല്ല നോട്ടം. എൻ്റെ നോട്ടം മൊത്തം കർത്താവിലാണ്. പക്ഷേ കർത്താവിൽ ഞാൻ നോക്കി ഓടുമ്പോൾ എന്നെ പിൻപറ്റുന്ന ഒരു ബ്ലെസ്സിങ്, അത് കർത്താവ് തരുന്നതാണ്. അതും ഞാൻ ബ്ലെസ്സിങ്ങിന് വേണ്ടി പോകുന്നതും ഇത്തിരി വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിച്ചോ. ഞാൻ അനുഭവിക്കുന്നതായത് ഒരു നഷ്ടം ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. ഈ ഒരു ജീവിതശൈലി
സ്വസ്ഥത, സമാധാനം, ഒരു പ്രതികൂലത്തിനും നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. ഞാൻ അനുഭവിക്കുന്നതാണ്. ഒരു പ്രതികൂലത്തിനും എന്നെ തകർക്കാൻ പറ്റിയില്ലല്ലോ, അവിടെ ഒന്നും പതറിയില്ലല്ലോ. പക്ഷെ അവിടെ എല്ലാം ഞാൻ ദൈവികമായ ബ്ലെസ്സിങ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ജീവിതശൈലി ഒരു പ്രത്യേകത. ആരോടും കംപ്ലൈൻ്റ് ഇല്ല, ആരുടെയും സിമ്പതി ആവശ്യമില്ല. കാരണം ദൈവത്തിന് അറിയാമെല്ലാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരെ വിശ്വസിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ സിമ്പതിയിലല്ല ജീവിക്കുന്നത്. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെല്ലാം കൂടെ ഒന്ന് വേദനപ്പെടുന്നത്, അതിനകത്തൊന്നും താല്പര്യമില്ല. എനിക്ക് ഒരൊറ്റ ആൾ അറിഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരുടെ സിമ്പതിക്കൊരു നമ്മളെ ഒന്നും മാറ്റാൻ പറ്റത്തില്ല, നമ്മുടെ വിഷയത്തിൽ മാറ്റാനും പറ്റത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ അതുകൊണ്ടാണ്, എനിക്ക് എത്ര പേരുള്ളതൊരു വിഷയമേ അല്ല. ഞാൻ ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടിയിട്ടാണ്, ശുശ്രൂഷിക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നാണ് എൻ്റെ എല്ലാ ആഗ്രഹം. എൻ്റെ കുടുംബത്തിലെല്ലാവരും അങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഈ ചർച്ചിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന എല്ലാ വ്യക്തികളും അങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹം. അതിൽ കുറഞ്ഞൊരു ശുശ്രൂഷയില്ല. അപ്പോൾ അതുകൊണ്ട് ആള് വരുന്നതോ പോകുന്നതോ അതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ നിങ്ങൾക്ക് കുറേ സിമ്പതി കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പക്ഷേ ഒന്നുകൂടെ എന്നോട് സ്നേഹമായിരിക്കും. അതൊരിക്കലും ദൈവിക സ്നേഹമല്ല. ഞാൻ നിങ്ങളുടെ ഭാരത്തിൽ ഒത്തിരി സിമ്പതി കാണിച്ചാൽ ഇല്ല, അതൊരു വിടുതലേ അല്ല. യഥാർത്ഥ സ്നേഹമെന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹമാണ്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വിഷയത്തിൽ നിങ്ങൾക്കൊരനുഗ്രഹം ലഭിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിലൊരു മാറ്റം നടക്കാതെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് കിട്ടിയാൽ എന്ത് പ്രയോജനം ദൈവത്തിന് നിങ്ങളെ കൊണ്ട്? വേറെ കുറേ പേരിന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് കിട്ടിയാൽ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം? നിങ്ങളൊരു മാറ്റം നടക്കാതെ, ആ പ്രാർത്ഥന നിങ്ങളൊരു മാറ്റം നടക്കാതെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നടക്കാതെ നിങ്ങൾക്ക് ആ ബ്ലെസ്സിങ് കിട്ടിയാൽ ദൈവസന്നിധിയിൽ നിങ്ങളുമായിട്ട് എന്താ ബന്ധം? പ്രൈസ് ദി ലോർഡ്. സത്യവചനം കേൾക്കുന്ന ഉടനെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ ഇതാ സത്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിൽ ഒരു ആത്മീയത വെളിപ്പെടണം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതശൈലി നിങ്ങളിൽ വെളിപ്പെടണം. അതിൻ്റെ അകത്തൂടെ ലഭിക്കുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് വളരെ പ്രിഷ്യസാണ്. പിന്നെ നിങ്ങളെ ഒരു പ്രതികൂലത്തിൻ്റെ അകത്ത് തകർക്കാൻ ആർക്കും പറ്റത്തില്ല. ദൈവികമല്ലാത്തൊരു ജീവിതശൈലിയിലേക്ക് നിങ്ങൾക്ക് പോകാനും പറ്റത്തില്ല. കാരണം എന്താ? നിങ്ങൾ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഒരു മാറ്റം സംഭവിച്ചിട്ട് നേടിയ ബ്ലെസ്സിങ്ങാണ്. അത് പിന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കയറും. കാരണം എന്താ? നിങ്ങൾ വന്ന മാറ്റം അനുസരിച്ച് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് നിങ്ങൾ അനുഭവിക്കുമ്പോൾ അടുത്ത ലെവലിൽ കയറി അടുത്ത ബ്ലെസ്സിങ്ങിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ കയറണമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ചിന്ത വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വ്യത്യസ്തനാണ്, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ വ്യത്യസ്തനായിട്ട് ശുശ്രൂഷിക്കുന്നതാണ്. എനിക്ക് ദൈവമാറ്റം വളരെ ഇമ്പോർട്ടൻറ്റ്, ഞാനല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, പലർക്കും എന്നെ മനസ്സിലാകത്തുമില്ല. പലർക്കും എന്നെ മനസ്സിലാകത്തില്ല. ജീസസ്, നോക്കി, അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ്. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു നിർമ്മലനായിരിക്കുന്നത് പോലെ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്നാണ്. ജീവിക്കണമെന്നല്ല. അപ്പോൾ എൻ്റെ ഓരോ സ്റ്റെപ്പും അവൻ എങ്ങനെ ജീവിക്കുന്നത് പോലെ ജീവിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എൻ്റെ ഒരു വിശുദ്ധിയുണ്ട്, യേശുവിൻ്റെ ഒരു വിശുദ്ധി, തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്.
ഞങ്ങൾ പലപ്പോഴും നിങ്ങളോട് അതിനെപ്പറ്റി പറഞ്ഞു അല്ലേ? വിശുദ്ധി നിങ്ങൾക്ക് അറിയാമോ? അത് എൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ വിശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിൻ്റെ വിശുദ്ധിക്കകത്ത് അവൻ നിർമ്മലനായിരിക്കുന്നവൻ ഞാൻ ജീവിച്ചാൽ എനിക്ക് പുകഴ്ചയില്ല. ഞാൻ നിർമ്മലീകരിച്ച് ജീവിച്ചാൽ എനിക്ക് പുകഴ്ചയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജീവിക്കുമ്പോഴും എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, എനിക്ക് പുകഴ്ചയില്ല. പക്ഷേ ഞാൻ ജീവിക്കുമ്പോൾ, ഞാൻ സ്വയമായിട്ട് വിശുദ്ധനായിട്ട് ജീവിക്കുമ്പോൾ എപ്പോഴും എനിക്ക് പുകഴ്ചയുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ പറയും ഞാൻ നല്ലവണ്ണം തന്നെ ജീവിക്കുന്നത് എന്നൊരു ധാരണ അകത്ത് വരും. മറ്റേ അങ്ങനെ വരത്തില്ല. എൻ്റെ മിടുക്കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, ആ നിർമ്മലീകരിക്കുന്നത് എൻ്റെ മിടുക്കൊണ്ടല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പുകഴ്ചയില്ല. നിങ്ങൾ വിശുദ്ധിയിൽ നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പുകഴ്ചയുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധിയിലല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും പറയാനുണ്ട്, എനിക്ക് ഇന്ന് മരിച്ചാലും എനിക്കറിയാം കർത്താവിൻ്റെ കൂടെ പോകും. ആ പ്രത്യാശയാണ് എന്നെ ഇങ്ങനെ ജീവിക്കുവാൻ. ഈ ലോകത്തിലെ ഒരു വിഷയവും അല്ല, ഒന്നിനും വേണ്ടിയിട്ടല്ല ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെതായ പലതും എനിക്ക് ലഭിച്ചില്ലേ എനിക്കൊരു വിഷയമല്ല. പക്ഷെങ്കിൽ ദൈവം ഈ രീതിയിൽ ജീവിക്കുമ്പോൾ ദൈവം എല്ലാം ഒരിക്കലും വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് വേറെ രസം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഒൻപതോടെ എടുത്താട്ട്. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ശിക്ഷിച്ചിട്ടും അന്നേരം ശിക്ഷിക്കുമ്പോൾ ഒന്ന് വിഷമമുണ്ടെങ്കിലും പിന്നെ വണങ്ങിപ്പോവല്ലേ. ആത്മാക്കളുടെ പിതാവ്. അപ്പോൾ നമ്മുടെ ആത്മാക്കളുടെ പിതാവ് ആരാ? ദൈവം. അതാ വ്യത്യാസം. ജഡത്തിൻ്റെ പിതാവേ ഉള്ളൂ നമ്മുടെ മാതാപിതാക്കൾ അല്ലേ. ആത്മാക്കളുടെ പിതാവ്. അപ്പോൾ വീട് ജനിക്കാത്തവരുടെ ആത്മാക്കൾക്ക് പിതാവുണ്ടോ? ഉണ്ട്. പിശാചിന്ന് ജനിച്ച മക്കളാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു അല്ലേ. അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ച ഈ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് ജീവിച്ചിരുന്ന, അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരാത്മാവല്ലായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് യൂതന്മാരെന്നൊക്കെ പറയുന്നത് നിങ്ങൾ പിശാചെന്ന അപ്പൻ്റെ മക്കൾ അല്ലേ. ഇത് നോക്കി, ആത്മാക്കളുടെ പിതാവ്. അത് ഏത് ആത്മാക്കളുടെ പിതാവ്? ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലേ. നോക്കി, അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ പിതാവിന് കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? ജഡത്തിൻ്റെ പിതാവിന് കീഴടങ്ങി ജീവിക്കുന്നു, പക്ഷെ ആത്മാവിൻ്റെ പിതാവിന് ജീവിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം. അവർ ശിക്ഷിച്ചത് കുറെ കാലത്തേക്ക് തങ്ങൾക്ക് ബോധിച്ച പ്രകാരം. ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ അല്ലേ? എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്തപ്പോൾ ഒരു ശിക്ഷയല്ലേ, അല്ലാതെ ദൈവഹിതപ്രകാരമാകാൻ വേണ്ടിയിട്ടാണോ? ആണോ? അല്ല. ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കുകയായിരുന്നു, അപ്പം അവിടെ വന്നിട്ട് എന്തോ ഞോടി ഒരൊറ്റ അടി കൊടുത്ത്. ദൈവഹിതപ്രകാരമാണോ? ആണോ? എന്തായാലും എന്നെ അത്ഭുതത്തോടെ നോക്കുന്നു. വലിയ ധൃതി വെച്ച് അടുക്കളയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുപ്പി പൊട്ടിച്ചു ഒരൊറ്റ കീച്ച്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ വാശി തീർക്കാൻ, അല്ലാതെ ദൈവഹിതപ്രകാരം. അത് ചിന്തിക്കണം, ആത്മീയൻ ചിന്തിക്കേണ്ട കാര്യമാണ്. പല ദേഷ്യപ്പെടലും എന്തിനു വേണ്ടിയിട്ടാ? സ്വയത്തിന് വേണ്ടിയിട്ടല്ലേ. ദൈവത്തിന് വേണ്ടി ജീവിക്കാലേ അത് പോവുള്ളൂ, അല്ലാതെ പോവും. ദൈവത്തിന് വേണ്ടി ജീവിക്കാതെ അത് പോവും? ഇല്ല, ഒരിക്കലും പോകത്തില്ല. എപ്പോഴും ഇത് പൊങ്ങി വരുമല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് വേണ്ടി ജീവിക്കാതെ നമ്മളിലുള്ള ദൈവികമല്ലാത്ത കാര്യം പോകത്തില്ല. എൻ്റെ ഒരു സ്വാർത്ഥത കിടപ്പുണ്ടല്ലേ. പല വഴക്ക് പറച്ചിലും ആർക്ക് വേണ്ടിയിട്ടാ?
എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ലേ? ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കുന്നില്ല, അതിനല്ലേ വഴക്ക് പറയുന്നത്? അതോ ദൈവം ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കുന്നില്ല, അതിനാ വേണ്ടിയിട്ടാണ്? പക്ഷെ ഞാൻ പലപ്പോഴും വഴക്ക് പറയുന്നത് ദൈവം ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കാത്തതുകൊണ്ടാണ്. എൻ്റെ താല്പര്യത്തിന് വേണ്ടി ഞാനങ്ങനെ വഴക്ക് പറയാറില്ല. വീട്ടിലാന്നേലും പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം എനിക്ക് സ്വാർത്ഥമായ താല്പര്യം വളരെ കുറവാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് വലിയ ആത്മീയതയാണ്. ഞാനിപ്പോൾ പറയുമ്പോൾ ഓരോ വേർഡിൻ്റെ അകത്തും ഭയങ്കര ആത്മീയതയുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ വന്നെങ്കിലേ ആ ആത്മീയത വെളിപ്പെടും. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നോക്കി, നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾ ശിക്ഷിക്കുന്നതെല്ലാം നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടല്ല. പക്ഷേ പിതാവ്, നാം അവൻ്റെ വിശുദ്ധി, ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം, പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഹോളിനെസ്, അവൻ്റെ വിശുദ്ധിയുടെ പാർട്ടേക്കേഴ്സ്. അതാണോ ഇന്ന് സഭ പഠിപ്പിക്കുന്നത്? നിങ്ങൾ നോക്കിക്കേ, പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഹോളിനെസ്. അതും നമ്മുടെ വിശുദ്ധിയും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? ഇത്രയും നാൾ സഭയിൽ വന്നിട്ട് ഇത് മനസ്സിലാക്കിയോ? നമ്മൾ വെളിപ്പെടേണ്ട വിശുദ്ധി ഏതാണ്? അവൻ്റെ വിശുദ്ധി എൻ്റെ വിശുദ്ധിയും തമ്മിൽ പാർട്ട്നേഴ്സാണ്. അതിൻ്റെ പാർട്ട്നേഴ്സാണ് നമ്മൾ. That we might be partakers of His holiness. Praise the Lord. ദൈവത്തെ കൂടാതെ എങ്ങനെ അവൻ്റെ വിശുദ്ധിയുടെ പാർട്ടേക്കേഴ്സ് ആവും? നിങ്ങളെന്ത് പറ? ദൈവത്തെ കൂടാതെ, ദൈവം എൻ്റെ അകത്ത് വരാതെ, ദൈവം എൻ്റെ അകത്ത് ജീവിക്കാതെ എങ്ങനെ അവൻ്റെ പാർട്ടേക്കേഴ്സ് ആവും? അവൻ്റെ ഹോളിനെസ്സിൻ്റെ പാർട്ടേക്കേഴ്സ് ആവും? ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് ജനിച്ചു, ഞാൻ എത്ര നല്ലവണ്ണം ജീവിച്ചാലും അവൻ്റെ ഹോളിനെസ്സിൻ്റെ പാർട്ടേക്കേഴ്സ് ആകാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഞാൻ വീണ്ടും ജനിച്ചു കഴിഞ്ഞിട്ടും അവൻ്റെ ഹോളിനെസ്സിൻ്റെ പാർട്ടേക്കേഴ്സായിട്ടാണോ ജീവിക്കുന്നത്? എല്ലാവർക്കും വലിയ വിഷവും എന്നെ ഇങ്ങനെ നോക്കുന്നതും വലിയ ഭാരപ്പെട്ട് നോക്കുന്നു. പിന്നെ എന്ത് പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വാങ്ങിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. എന്താ യോഗ്യത? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. അപ്പോൾ അവൻ വിശുദ്ധനായിരിക്കുന്നവർ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം, അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? എന്നെ അതിന് ശക്തിപ്പെടുത്തി അവൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടുന്നതെല്ലാം ദൈവം ഒരുക്കി. നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്കൊരു വർഷങ്ങളിൽ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. വെള്ളയുടുപ്പിട്ടാലും മീശ പഠിച്ചെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ഹോളിനെസ്സിൻ്റെ പാർട്ടേക്കേഴ്സ് ആകത്തില്ല. ഹൃദയത്തിൻ്റെ അകത്ത്, ഇതിൻ്റെ അകം മൊത്തം അവൻ്റെ വിശുദ്ധിയുടെ പാർട്ടേക്കേഴ്സ് ആണോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞ 2 വചനപ്രകാരമാണെങ്കിൽ ക്രിസ്ത്യാനിറ്റി എങ്ങനെ ആയിരിക്കും ജീവിക്കുന്നത്? അവർക്ക് എന്ത് പ്രത്യാശ? എന്ത് പ്രത്യാശ? എന്തിലാ പ്രത്യാശ? ഫോക്കസ് എവിടോട്ടായിരിക്കും? ഫോക്കസ് മൊത്തം എന്തിനു വേണ്ടിയിട്ടാ? ഇവിടുത്തെ ബ്ലെസ്സിങ്സിന് വേണ്ടി അല്ലേ? ഇത് പിന്നെ എന്ന് വെളിപ്പെടും? മരിച്ചു കഴിഞ്ഞു അവൻ്റെ ഹോളിനെസ്സിൻ്റെ പാർട്ടേക്കേഴ്സ് ആകുന്ന എന്ന്? മക്കളായെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ഹോളിനെസ്സിൻ്റെ പാർട്ടേക്കേഴ്സ് ആകുന്നില്ല. കാരണം എന്താ? അവൻ ശിക്ഷിക്കുന്നത്
അവൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതിയേക്കുന്നത്. ബാലശിക്ഷ. അപ്പോൾ അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ, അതിൽ മാറ്റങ്ങൾ സംഭവിച്ചെങ്കിൽ മാത്രമേ അവൻ്റെ ഹോളിനെസിൻ്റെ പാർട്ടേക്കേഴ്സ് ആവൂ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾക്ക് കേൾക്കുന്നത്, അയ്യോ നീ വിശുദ്ധിയോടെ ജീവിക്കുക, ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ പറയുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ അവൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് വേണ്ടുന്നതെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ നിർമ്മലീകരിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ചുരുക്കം നിങ്ങൾ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഈ ദൈവവചനം നിങ്ങളുടെ ഹൃദയം കർത്താവ് തുറക്കട്ടെ. ഇനി ഞാൻ കാണിക്കാം. 2 പത്രോസ് 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമ്മൾ വിചാരിച്ചിട്ടിരിക്കുന്ന യേശുവിൻ്റെ മക്കളായതുകൊണ്ട് ഇനി ദാസനെന്നൊന്നും പറയാനൊക്കത്തില്ല. പക്ഷേ പൗലോസ് പറഞ്ഞിരിക്കും യേശുവിൻ്റെ ദാസനാണെന്നാണ് പറഞ്ഞത്. എ സെർവൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. നോക്കി, യേശുക്രിസ്തുവിൻ്റെ നീതിയാലാണ് എനിക്ക് നിങ്ങൾക്കും ഒരേപോലെ വിശ്വാസം ലഭിച്ചു. അതിനു മുമ്പ് വിശ്വാസം ഇല്ലായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് ഒരു വ്യക്തിയിൽ ദൈവികമായി ജീവിക്കാനുള്ള വിശ്വാസം ലഭിക്കുന്നത്. ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവികമായി ജീവിക്കാനുള്ള വിശ്വാസം ഇല്ല. യേശുവിൽ വിശ്വസിക്കാത്തൊരു വ്യക്തി ജീവിക്കുന്നത് ദൈവികമായ വിശ്വാസത്തിലല്ല. അവനൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അവനെ കൊണ്ട് നിവർത്തിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ അവന് ജീവിക്കാൻ പറ്റത്തില്ല. ഈ വിശ്വാസമാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ എന്നെ ജീവിക്കാൻ പ്രാപ്തമാക്കുന്നത്. അപ്പോൾ എനിക്ക് അതുവരെ ഇല്ലാഞ്ഞ ദൈവത്തിൻ്റെ വിശ്വാസം എൻ്റെ അകത്തേക്ക് ഇമ്പാർട്ട് ചെയ്തു. എന്തുകൊണ്ട്? യേശു ഇല്ലെങ്കിൽ ഈ വിശ്വാസം എൻ്റെ ഇല്ല. യേശു എൻ്റെ അകത്ത് വരുന്നതിന് മുമ്പ് വരെ എൻ്റെ വിശ്വാസം കാണാത്ത കാര്യങ്ങളിലല്ലായിരുന്നു, കാണുന്ന കാര്യങ്ങളിലായിരുന്നു വിശ്വാസം. പ്രവൃത്തിയിലായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷെ കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ പ്രത്യാശ. പ്രത്യാശ എന്താണ്? അവൻ വരുമ്പോൾ അവനെ പോലെ ആകുമെന്നുള്ള പ്രത്യാശ. അതൊരിക്കലും യേശുക്രിസ്തുവിൽ കൂടിയുള്ള വിശ്വാസം ലഭിക്കാത്ത വ്യക്തിക്കില്ല. യേശുവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും യേശു വരുമെന്നും അവൻ വരുന്നുണ്ടെങ്കിൽ അവനെ പോലെ ആകുമെന്നും വിശ്വാസമില്ല. കാരണം അത് കാണാത്തൊരു കാര്യമാണ്. സ്വർഗമുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ? കാണാത്തൊരു കാര്യത്തിൽ വിശ്വസിക്കാൻ അവന് പറ്റത്തില്ല. ഇവിടാണെല്ലാം എന്നവൻ പറയുന്നതിൻ്റെ കാരണം അവനിൽ അതിനപ്പുറമായി വിശ്വസിക്കുവാൻ ഉള്ള ഒരു കഴിവ് ഇല്ല. എന്തുകൊണ്ട് യേശുവിൽ വിശ്വസിക്കണം? പാപം ക്ഷമിക്കാൻ വേണ്ടി മാത്രമല്ല. പാപം ക്ഷമിച്ചെന്ന് വിചാരിച്ചിട്ട് ഈ വിശ്വാസം കിട്ടത്തില്ല. വീണ്ടും ജനനം പ്രാപിച്ചാലേ കിട്ടൂ. വീണ്ടും ജനിക്കാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും അവൻ വിശുദ്ധനായിരിക്കുന്ന വിശുദ്ധനാകാനും പറ്റത്തില്ല. വീണ്ടും ജനിക്കാത്തൊരു വ്യക്തി അവന് വേണ്ടിയാണ് ജീവിക്കുന്നത്, യേശുവിന് വേണ്ടി ജീവിക്കാനും പറ്റത്തില്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കാനും പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ദൈവത്തിന് വേണ്ടി ജീവിക്കണമെങ്കിൽ വിശ്വാസം വേണം. അപ്പോൾ ആ പ്രത്യാശയില്ലാത്തവൻ ഒരിക്കലും തന്നെ അവൻ നിർമ്മലീകരിക്കുന്നില്ല. അവരിങ്ങനെ ബോൾഡായിട്ട് പറയും, ഞങ്ങളൊന്നും പാപമൊന്നും ചെയ്യുന്നില്ല, ഞങ്ങളല്ലാതെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? അവരിതുവരെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അവരവരുടെ വിശുദ്ധിയിലാണ് ജീവിക്കുന്നത്, അവരുടെ വിശുദ്ധിയിൽ അവർ വിശ്വസിക്കുന്നത്. അവരില്ല അവർ വിശ്വസിക്കുക, ദൈവത്തിലല്ല. ഞാൻ ആരാകണമെന്ന് അവർ തന്നെ വിശ്വസിക്കുന്നു. അവരാരാകണമെന്ന് അവർ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഞാൻ ആരാകണമെന്ന് ക്രിസ്തു എന്താഗ്രഹിക്കുന്നു അതിൽ വിശ്വസിക്കുന്നു. അപ്പം ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തി ആകണമെന്ന് അവർ തന്നെ വിശ്വസിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവം ഞാൻ ആരാകണമെന്ന് ആഗ്രഹിക്കുന്നു, അതിൽ വിശ്വസിക്കുന്നു. തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്.
അപ്പോൾ ദൈവം ആരാകണമെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ കഴിവ് കൊണ്ട് ഞാൻ അതിലേക്ക് എത്തപ്പെടുത്തുള്ളൂ. അപ്പോൾ ഞാൻ ആകണമെന്ന രീതിയിൽ എനിക്ക് ആകാം, ദൈവം ഇല്ലേലും ആകാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നവരാകണമെന്നുണ്ടെങ്കിൽ ദൈവം ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നവർ എനിക്കാകാം, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നവർ എനിക്കാകണമെങ്കിൽ ദൈവം ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. ദൈവത്തിൽ വിശ്വസിക്കാതെ എനിക്ക് പറ്റത്തില്ല. ദൈവത്തിൻ്റെ ജീവൻ എനിക്ക് തരാതെ എനിക്ക് ദൈവം ആഗ്രഹിക്കുന്നവരാകാൻ പറ്റത്തില്ല. അടുത്ത വചനം. അതേ വിലയേറിയ വിശ്വാസം ദൈവത്തിനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനം വർദ്ധിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഈ പരിജ്ഞാനമാണ് ഈ കൃപയും സമാധാനം വർദ്ധിക്കുന്നത്. കൃപയും സമാധാനം വർദ്ധിക്കേണ്ട, യേശുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനം വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ വരത്തില്ല. കാരണം എന്താ? ഈ പ്രത്യാശയാണ് എന്നിൽ കൃപയും സമാധാനം വർദ്ധിപ്പിക്കുന്നല്ലേ. ആ പരിജ്ഞാനം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെപ്പോലെ ആകും. ആ ഒരു വലിയ പ്രത്യാശ ഈ ലോകത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും എനിക്കൊരു വിഷയമില്ലല്ലേ. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ജീവിക്കുന്നത്? ചിലർ ചോദിക്കത്തില്ല, ഇങ്ങനെ വല്ലതും ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ആ പ്രത്യാശയില്ല, അവൻ അറിയത്തുമില്ല. അതുകൊണ്ടെന്തോ ഇല്ല. ഈ പ്രായമായവരൊക്കെ ഇരിക്കുന്നവർക്ക് കർത്താവിൽ വിശ്വാസം ഇല്ലാത്തവർ മരിക്കാൻ എന്തൊരു ഭാരമാണെന്നറിയോ? ഒരു പേടിയാണ് കേട്ടോ. ഒരു ഏത് സമയം ഞാൻ മരിച്ചു പോവല്ലോ എന്നാണ് പറയുന്നത്. കർത്താവിൽ വിശ്വസിക്കുന്നതിന് മരിച്ചാൽ എന്താ? അതുവരെയൊക്കെ ഞാൻ പേരൊന്നും പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. മരണഭയം മാറിയിട്ടില്ല. മരണഭയം ഒരാൾ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ പോലെ ആകുമെന്ന് വിശ്വാസമുള്ളവർക്ക് മാത്രമേ മരണഭയം മാറൂ. ആ മരണഭയം മാറിയ വ്യക്തികളുടെ ജീവിതശൈലി അവൻ വിശുദ്ധനായിരിക്കുന്നവരായിരിക്കും. കാരണം അവൻ വ്യക്തമായ പ്രത്യാശയുണ്ട്. ഇവിടുത്തെ ഒരു വിഷയത്തിലും അല്ല പ്രത്യാശ. അടുത്ത വചനം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി, നോക്കിയേ, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. അവൻ്റെ ദിവ്യശക്തിയാണ് എനിക്കിവിടെ ദൈവികമായിട്ട് ജീവിക്കുവാൻ വേണ്ടുന്ന ശക്തി ദാനം ചെയ്തിരിക്കുന്നത്. നോക്ക്, His divine power hath given unto us all things that pertain unto life and holiness. Godliness. ആ ഗോൾഡിനെസ്സിൽ ജീവിക്കുവാനുള്ള ശക്തി ദൈവത്തിൻ്റെന്നാണ് കിട്ടുന്നത്, ദാനമായിട്ട് തന്നിരിക്കുന്നു. അപ്പൊ അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധീകരിക്കാനുള്ള ശക്തി എനിക്ക് തന്നിരിക്കുന്നത് ദൈവം ദാനമായിട്ട് തന്നതാ. എൻ്റെ ശക്തി കൊണ്ടല്ല. എൻ്റെ ശക്തി കൊണ്ട് ഒരിക്കലും ഗോൾഡ്ലിനെസ്സിൽ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. ഓൾറെഡി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടുന്ന ദിവ്യശക്തി ദൈവം ദാനം തന്നിട്ടുണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ലേ ഈ വചനം പറഞ്ഞേക്കുന്നത്? അല്ലേ? എന്നെക്കൊണ്ട് കഴിവില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ആ ദിവ്യശക്തി തന്നത്? ദിവ്യശക്തി തന്നത് എൻ്റെ കുറേ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് വാങ്ങിക്കുന്നതിനപ്പുറമായി, അതല്ല, അതിനപ്പുറമായി എന്നിൽ വെളിപ്പെടേണ്ടുന്ന ഒരു ദൈവിക ജീവിത ശൈലിക്ക് വേണ്ടിയിട്ടാണ്. പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പറയുന്നത് ഇവിടുത്തെ ലോകത്തിലെ എല്ലാ മെറ്റീരിയൽ ബ്ലെസ്സിങ്ങും ദാനമായി തന്നല്ലോ എന്നാണ്. പക്ഷേ ഈ വചനം അങ്ങനെയല്ല പറയുന്നത്. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നവർ. Through the knowledge of Him that hath called us to glory and virtue. നമ്മളെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മളെ വിളിച്ചിരിക്കുന്നത്. കാരണം എന്താ? അവൻ്റെ ഹോളിനെസ്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അല്ലേ? അവിടെ ഇല്ല ഗ്ലോറി. എന്നിലൊരു ഗ്ലോറി വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടില്ലാതെ എന്നിൽ ഗ്ലോറി വെളിപ്പെടുമോ? എനിക്ക് സ്വയമായിട്ട് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല.
അവൻ്റെ ശക്തി കൊണ്ട് ഗോൾഡി ആയിട്ട് ഞാൻ ജീവിക്കുമ്പോഴാണ് അവൻ്റെ മഹത്വം വെളിപ്പെടുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും മതിമഹത്വമായ വാഗ്ദത്തം നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ നോക്കിയേ, ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാൻ ഇടവരുന്നു. ഈ വാഗ്ദത്തങ്ങളെല്ലാം, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം ഈ ലോകത്തിന്റെ മോഹത്തെ വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകാൻ നമ്മളെ സഹായിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. ഏത് സ്വഭാവത്തിന്? ഡിവൈൻ നേച്ചർ. whereby are given unto us exceeding great and precious promises. ഈ പ്രോമിസസ് എല്ലാം എന്തിനു വേണ്ടിയിട്ടാ? that by these you might be partakers of divine nature. നോക്കിയേ, പാർട്ടേക്കേഴ്സ്. ഈ പ്രോമിസുകളാണ്, നമ്മൾ അതിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഡിവൈൻ നേച്ചറിന്റെ പാർട്ടേക്കേഴ്സ് ആകുന്നത്. ഹാവിങ് എസ്കേപ്പ് ദ കറപ്ഷൻ that is in the world through lust. അവന്റെ ദിവ്യശക്തി കൊണ്ട് അവന്റെ വാഗ്ദത്തത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്ന. എങ്ങനെ? ഈ ലോകത്താലുള്ള മോഹങ്ങൾ വിട്ടൊഴിഞ്ഞ്. ഇവിടെ ഇമ്പോർട്ടൻ്റ്, പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ. പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ ആയതുകൊണ്ടാണ് അവന്റെ വിശുദ്ധി പ്രാപിക്കാം. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. നിർമ്മലീകരിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ ദിവ്യശക്തിയുണ്ട്, അവൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ എഫക്റ്റ് ആകുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഡിവൈൻ നേച്ചറിൽ പാർട്ടേക്കേഴ്സായിട്ട് ജീവിക്കാൻ പറ്റൂ. അത് ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് നമ്മൾ ജീവിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ ദിവ്യശക്തി, ഈ വാഗ്ദത്വം എന്നിൽ വസിക്കുമ്പോൾ എനിക്ക് ദൈവികമല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല. തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു എന്ന് പറയുന്നില്ലേ? എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം നമ്മൾ ആരംഭിച്ച ഒരു പ്രവൃത്തിക്കകത്തൂടെ വെളിപ്പെടുന്നതാണ് ഈ വിശുദ്ധി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകും. അധികം ഞാൻ ഇന്ന് സംസാരിക്കുന്നില്ല, പക്ഷെങ്കിൽ 3 വാക്യമേ സംസാരിച്ചുള്ളൂ. പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്രിസ്തീയ ജീവിതമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവിക വിശുദ്ധിയും ദൈവത്തിൻ്റെ ഹോളിനെസ്സിൻ്റെ പാർട്ടേക്കേഴ്സ് എന്നുള്ള പദവിയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതശൈലി നോർമൽ ഇവിടെ പഠിപ്പിക്കുന്ന രീതിയിലല്ല വെളിപ്പെടേണ്ടത്. എന്തെങ്കിലും കുറേ മെറ്റീരിയൽ ബ്ലെസ്സിങ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകളായി നടക്കുന്നത്. നമ്മളിൽ വെളിപ്പെടേണ്ടുന്ന ദൈവം ആഗ്രഹിക്കുന്ന ആ ഫലം പുറത്തു വരുന്നില്ലെങ്കിൽ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ എന്ത് ചെയ്യും? വിട്ടിട്ടിരിക്കുന്നതെല്ലാം നശിച്ചു പോകുന്നതാണ്. അത് വിട്ടിട്ട് എങ്ങോട്ട് പോകും? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ വസ്തുവകയല്ല നിന്റെ ജീവൻ ആധാരമായിരിക്കുന്നു. നിന്റെ ജീവൻ ആധാരമായി നിന്റെ വസ്തുവകയല്ല. നിന്റെ വസ്തുവക നോക്കിയല്ല ദൈവം നീ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ പോലെ ആകുമ്പോൾ തീരുമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയയും ഇല്ല, ഒരു സന്തോഷവും ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. ഇതിലല്ലേ സന്തോഷിക്കേണ്ടത്? കാരണം ദൈവം പറയുന്നത്, നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നത്, ഒരിക്കലും ദൈവം നമ്മളോട് ദൈവത്തിൻ്റെ ശക്തി തരാതെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറയത്തില്ല. അങ്ങനെ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവം ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ അതിന് വേണ്ടുന്ന ശക്തി അതിൻ്റെ അകത്തുണ്ട്. അതിനു വേണ്ടിയ വാഗ്ദത്തങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതിന് വേണ്ടുന്ന പവർ അതിൻ്റെ അകത്തുണ്ട്. അതിന് വേണ്ടുന്നതെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ 3 വചനവും പഠിച്ചപ്പോഴും അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ദൈവം ആ ശക്തി, ദിവ്യശക്തി, അവൻ്റെ ദിവ്യശക്തിയാണ് നമ്മളെ അങ്ങനെ ജീവിക്കാൻ പ്രാപ്തനാക്കുക. അതുകൊണ്ട് പുകഴ്ച ആർക്കാ? ഇനി ഞാൻ അവൻ്റെ വിശുദ്ധിയിൽ ജീവിച്ചാലും പുകഴ്ച ആർക്കാ? കാരണം അവൻ്റെ ദിവ്യശക്തി കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അവൻ്റെ വാഗ്ദത്തങ്ങൾ മൂലമാണ് ഞാൻ അങ്ങനെ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മെ പിൻപറ്റുന്ന ബ്ലെസ്സിങ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ അകത്തൊരു സന്തോഷമുണ്ട്. നിങ്ങളിൽ വെളിപ്പെടാത്ത ഒരു ആത്മീയതയിൽ നിന്നുകൊണ്ട് ബ്ലെസ്സിങ് സ്വീകരിച്ചാൽ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ഒരാത്മീയത നിങ്ങൾ വെളിപ്പെടുത്തില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു ദൈവം എന്തോ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളിലെല്ലാം വെളിപ്പെടേണ്ടത് എന്താ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജഡത്തിന് ഇതങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ബ്ലെസ്സിങ് ഉണ്ട്, ഇന്നൊരു വിടുതലുണ്ട്, ഇന്ന് എൻ്റെ രീതി മാറാൻ പോവാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആവേശമുണ്ട്. പക്ഷെങ്കിൽ നിങ്ങളിൽ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയത വെളിപ്പെടത്തില്ല. എൻ്റെ ഭാരം മൊത്തം എല്ലാവരിലും ഈ ആത്മീയത വെളിപ്പെടണം. എന്നെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം സ്മൂത്താകൂ. അവരെവിടെ പോയാലും ആരുമായിട്ട് ബന്ധപ്പെട്ടാലും അവിടെ ഒരു ദൈവികത വെളിപ്പെടും. ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി എവിടെ ചെന്നെന്ന് പറഞ്ഞാലും അവരിലൊരു ദൈവികത വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവർക്ക് അവരായിരിക്കുന്ന സാഹചര്യങ്ങളെ മാറ്റാൻ, വ്യക്തികളെ മാറ്റാൻ പറ്റും. കാരണം എന്താ? ദൈവത്തിൻ്റെ ഹോളിനെസ്സിൻ്റെ പാർട്ടേക്കേഴ്സാണ്. ചിന്തിച്ചേ, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പാർട്ടേക്കേഴ്സാണ്. എന്തൊരു പദവിയിലേക്കാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. എന്തൊരു പദവിയിലേക്കാണ്. ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതും ഇല്ലാതെ പോകുന്നതും ആകുന്ന ഒരു കാര്യത്തിലേക്കല്ല നമ്മളെ വിളിച്ചേക്കുന്നത്. അവൻ്റെ വിശുദ്ധിയുടെ പാർട്ടേക്കേഴ്സായിട്ടാണ് വിളിച്ചേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തൊരു പദവിയാണ്, എന്തൊരു പദവിയാണ്. ദിവ്യ സ്വഭാവത്തിന് പാർട്ടേക്കേഴ്സാണ്. ഡിവൈൻ നേച്ചർ, പാർട്ടേക്കേഴ്സ് ഓഫ് ഡിവൈൻ നേച്ചർ. ഒരിക്കലും എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കൂടി ഞാൻ ജന്മം എടുക്കുമ്പോൾ പാർട്ടേക്കേഴ്സ് ഓഫ് ഡിവൈൻ നേച്ചർ അല്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്തെല്ലാം നല്ലത് പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡിവൈൻ നേച്ചറിൻ്റെ പാർട്ടേക്കേഴ്സ് ആവുന്നില്ല. ഇനി ഞാൻ യേശുവിനെ സ്വീകരിച്ചു എന്ന് വിചാരിച്ചിട്ടും ആ ഡിവൈൻ നേച്ചറിൻ്റെ പാർട്ടേക്കേഴ്സ് എന്നുള്ള നിലയിലുള്ള ജീവിതശൈലി എന്നിൽ വെളിപ്പെടണമെങ്കിൽ ഞാൻ എന്നെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ടിരുന്നല്ലേ പറ്റും. പ്രൈസ് ദി ലോർഡ്. ആ ശക്തിയാണ് എന്നെ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിയാൻ എന്നെ സഹായിക്കുന്നത്. എനിക്ക് പലതും ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പം ഞാനൊരാളോട് സംസാരിച്ചാൽ 1-2 പറഞ്ഞ് യേശുവിലേക്ക് പോകും. കാരണം എന്താ? എനിക്ക് മറ്റേതിൽ താല്പര്യമില്ല. കാരണം എന്താ? തൻ്റെ അങ്ങനെയാണ്. ഞാൻ അവൻ നിർമ്മലനായിരിക്കുന്നവൻ എന്നെ തന്നെ നിർമ്മലീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ആ വ്യക്തിയിലും അത് തന്നെ വെളിപ്പെടാനാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ ആത്മീയത താല്പര്യമുള്ളവർ മാത്രമേ എന്നോട് കൂടുതൽ സംസാരിക്കൂ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരുടെ കുറ്റം പറയാൻ എന്നെ കിട്ടത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പൊളിറ്റിക്സ് പറയാൻ എന്നെ കിട്ടത്തില്ല. എവിടെങ്കിലും ദൈവത്തിന് മഹത്വം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാനൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരെ കിട്ടിയാൽ പിന്നെ മണിക്കൂറുകൾ പോകും. ചിലപ്പോൾ 1.5 മണിക്കൂർ വെറുതെ ഒന്ന് ഫോൺ ചെയ്തായിരിക്കും. 1.5 മണിക്കൂർ സംസാരിക്കും. ഇത് ആരോട് അല്ലാത്തവരാണ് അന്നേരം കട്ടി. അത് തന്നല്ല, വേറൊരാളിങ്ങനെ സംസാരിക്കുന്ന കണ്ടാലും ഭയങ്കര ഇറിറ്റേഷൻ വരും. കാരണം അകത്തിങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ഈ ലോകത്തെ പറ്റിയും മറ്റേതിനെയൊക്കെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും. ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരും അകത്ത്. ദേഷ്യം വരും ശരിക്കും. അത് ദൈവിക ദേഷ്യമാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞത്. അതേസമയം സ്പിരിച്വാലിറ്റി എത്ര പറഞ്ഞാലും ഒരു ദേഷ്യം വരുന്നത് സന്തോഷമേ വരത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഏറ്റവും ഫ്രണ്ട്സ് കുറഞ്ഞ വാട്സാപ്പിലാകെ 3-4 പേര് ഉള്ള എനിക്ക് ഒരുമാതിരിപ്പെട്ടവർ അയക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവികമല്ലാത്തത് അയച്ചാൽ നോക്കാറുമില്ല. പിന്നെ ആളിനെ കാണുമ്പോൾ അറിയാം, അതുകൊണ്ട് തുറക്കാറുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചോദിക്കും, പിന്നെ ഞാൻ അയച്ചായിരുന്നല്ലോ. ഞാൻ പറഞ്ഞ എത്രയോ എണ്ണം വരുന്നു, അതെല്ലാം തുറന്ന് സമയം കളയാൻ നമുക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കിയേ, അറിയാം നമ്മൾ ഡിവൈൻ നേച്ചറിൻ്റെ പാർട്ട്നേഴ്സ് ആണോ എന്ന് നമ്മുടെ അകത്ത് തന്നെ ഒരു ബോധ്യമുണ്ട്. നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട്. ഡിവൈൻ നേച്ചറിൻ്റെ പാർട്ട്നേഴ്സാണ്. നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ
ദൈവികമല്ലാത്ത ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? നമ്മളെ ആരാക്കി വെച്ചിരിക്കുക? അവൻ്റെ വിശുദ്ധിയുടെ പാർട്ടേക്കേഴ്സായിട്ട് വെച്ചിട്ട് നമ്മളിൽ നിന്ന് വെളിപ്പെടുന്ന എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് സുഖമുണ്ടല്ലേ? കർത്താവിൻ്റെ കൂട്ടവകാശിയാന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖമുണ്ടല്ലേ? എന്തിനു വേണ്ടി മാത്രം? ശാസിക്കാൻ വേണ്ടി മാത്രം കർത്താവിൻ്റെ കൂട്ടവകാശി എന്ന് പറയാനൊരു സുഖമുണ്ട്. പക്ഷെ വെളിപ്പെടേണ്ട ഈ ഹോളിനെസ്സിൻ്റെ പാർട്ടേക്കേഴ്സായിട്ട് വെളിപ്പെടുത്തുന്നുണ്ടോ? അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പാർട്ടേക്കേഴ്സ് എത്ര ശാസിച്ചാലും പോകുമോ? വെളിപ്പെടേണ്ട വിശുദ്ധി അവൻ്റെ പാർട്ടേക്കേഴ്സായിട്ട് ഒരു ഭാഗം മാത്രമല്ല. നിങ്ങൾ ചിന്തിച്ച് വയ്ക്കേ, നമ്മളെ പാർട്ടേക്കേഴ്സ് ആകുമ്പോൾ അവൻ്റെ വിശുദ്ധിയുടെ പാർട്ടേക്കേഴ്സും കൂടെ അല്ലാതെ അധികാരത്തിൻ്റെ മാത്രം പാർട്ടേക്കേഴ്സാണോ? അപ്പോൾ വിശുദ്ധിയുടെ പാർട്ടേക്കേഴ്സ് ഇല്ലാതെ അധികാരത്തിൻ്റെ പാർട്ടേക്കേഴ്സായിട്ട് ചെല്ലാമെങ്കിൽ പിശാച് എന്താ പറയും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി. അതാ ഞാൻ പറഞ്ഞത്, മുഴുവനിൽ നമ്മൾ വെളിപ്പെടണം. ഏതാനും ചിലത് പ്രോമിസ് പ്രാപിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അത് ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. നമുക്ക് ലഭിച്ചത് യേശുവിനെ മുഴുവനായിട്ടാണ്. ഏതാനും സ്വഭാവമല്ല മാറിയത്. യേശു മുഴുവനായിട്ട് നമ്മൾ വന്നപ്പോൾ യേശു മുഴുവനായിട്ട് നമ്മളിൽ കൂടെ വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതെല്ലാ മേഖലയിലും വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ പ്രശ്നമാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. ഇതാണ് ഏറ്റവും വലിയത്. അപ്പോൾ പിന്നെ താല്പര്യം എന്താണ്? യേശുവിനെ മുഴുവനായി വെളിപ്പെടുത്തുവാനുള്ള താല്പര്യത്തിലായിരിക്കും ജീവിതശൈലി മൊത്തം. അവിടെ നമുക്ക് എന്ത് പ്രശ്നം? ഏത് പ്രതികൂലം നമ്മളെ തൊടാൻ പറ്റും? പിശാചിന് തൊടാൻ പറ്റത്തില്ല. കാരണം എന്താ? നമ്മളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ആ പാർട്ടേക്കേഴ്സിൻ ആയിട്ട് നിൽക്കുന്ന ആ ഹോളിനെസ് എല്ലാ മേഖലയിലും ഇഷ്ടം ഹോളിനെസ് എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ ഇഷ്ടത്തിൻ്റെ പാർട്ടേക്കേഴ്സാണ് നമ്മളല്ലേ? ആണോ? നമ്മുടെ ഇഷ്ടത്തിൻ്റെ പാർട്ടേക്കേഴ്സാണോ ദൈവം? എങ്ങനെ ഇപ്പോൾ ജീവിക്കുന്നല്ലേ? നമ്മുടെ ഇഷ്ടത്തിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിൻ്റെ പാർട്ടേക്കേഴ്സ്. ഞാൻ പറയുന്നത് പോലെ നീ പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യണം അല്ലേ? അല്ല, അവൻ പറയുന്നത് പോലെ നമ്മൾ പാർട്ട്ണറായിട്ട് പ്രവർത്തിക്കുകയല്ല. ഹല്ലേലൂയ പറഞ്ഞാട്ടെ, പ്രൈസ് ദി ലോർഡ്. അവൻ പറയുന്നത് പോലെ നമ്മൾ പാർട്ടേക്കേഴ്സായിട്ട് പ്രവർത്തിക്കുക എന്നത് നമ്മൾ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്നാണോ? പരിശുദ്ധാത്മാവിനെ വരെ നമ്മളാണോ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത്? ആന്നോ? അതോ പരിശുദ്ധാത്മാവ് എന്നെയാണോ കൺട്രോൾ ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തമായിട്ട് ദൈവാത്മാവ് ഇടപെട്ട് ഞാൻ ഇനി അത് കൂടുതൽ നീട്ടിക്കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് ജീസസ് വെളിപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കുന്ന പോലെ കാണുകൊണ്ടാണ് അവനോട് സദൃശ്യരാകും എന്ന് നാം അറിയുന്നു. ഈ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുന്നു. പ്രത്യേഷ്, ഹല്ലേലൂയ. അവൻ നിർമ്മലനായിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റാണ്. ആത്മീയത എന്ന് പറയുന്ന എല്ലാ ടീച്ചിങ്ങും സ്വയവിശുദ്ധി, വിശുദ്ധനാക്, നീ അല്ല സ്നേഹിക്കുക. എങ്ങനെയായിരിക്കും സ്നേഹിക്കുന്നത്? മോനെ നീ സ്നേഹിക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്നേഹം? ഏത് സ്നേഹമാണ്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി 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 ടു ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വിശുദ്ധിയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സ്വഭാവത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഹോളിനെസ്. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്ത്യാനിറ്റി മതമല്ല. ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ വെളിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ ദൈവം വന്നിറങ്ങി ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മളെ കൂടി വെളിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നമ്മളെ കൂടി വെളിപ്പെടുത്തുന്നത്. നമ്മളെന്തെങ്കിലും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതെല്ലാം മതം. അത് ഈവൻ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോഴും അത് മതം. ദൈവം നമ്മളെ കൂടി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നടക്കുന്നത്. അതിനാണ് യേശു വന്നത്. അല്ലെങ്കിൽ യേശു വരേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാമായിരുന്നെങ്കിൽ, നമ്മുടെ വിശുദ്ധി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമായിരുന്നെങ്കിൽ യേശു വരേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. ഇതിൻ്റെ അകത്താണ് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഞാൻ എന്ന് വരെ ജീവിക്കണം. കാരണം ഞാനും അവനുമായിട്ടുള്ള പാർട്ടേക്കേഴ്സായിട്ട് ജീവിക്കുക. ഇതൊരു ജീവിതമല്ലേ? അങ്ങനെ ചുരുക്കം പേരെ കിട്ടത്തുള്ളൂ ദൈവത്തിന്. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിൽ ജീവിക്കുന്ന വളരെ ചുരുക്കം പേരെ കിട്ടുകയുള്ളൂ. അവരുടെ ജീവിതമാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. ആ ജീവിതശൈലിയാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. ഒരിക്കലും ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ ഒന്നും മനസ്സിലാകത്തില്ല. നാട്ടുകാർക്കോ മറ്റുള്ളവർക്കോ കൂടെ ശുശ്രൂഷിക്കുന്നവർക്കും മനസ്സിലാകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ. നല്ല പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് നിൻ്റെ സന്നിധിയിൽ അടുത്ത് വന്ന് നിന്നെ പാടി മഹത്വപ്പെടുത്തുവാനും തുടർന്ന് പ്രാർത്ഥിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാക്കിയല്ലോ. ഇന്ന് കേൾപ്പിച്ച ദൈവശബ്ദം ദൈവം ഞങ്ങളെപ്പറ്റി എന്താ ആഗ്രഹിക്കുന്നു, ഇതുവരെ ഞങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഒരു ദൈവിക പദ്ധതി അല്ല. അതിനപ്പുറമായി അവൻ്റെ ഹോളിനെസ്, നിൻ്റെ ഹോളിനെസ്സിൻ്റെ പാർട്ടേക്കേഴ്സായിട്ട് നിങ്ങളെ മാറ്റി, നിൻ്റെ നേച്ചറിൻ്റെ ഡിവൈൻ നേച്ചറിൻ്റെ പാർട്ടേക്കേഴ്സാക്കി നിങ്ങളെ മാറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വിശുദ്ധിയിൽ തന്നെ നിർമ്മലീകരിക്കാനാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. പരിശുദ്ധ ആത്മാവ് തന്നെ ഞങ്ങളെ അതിനെ കഴിയണം. നിൻ്റെ ശക്തിയാണ് ഞങ്ങളെ ആ ദൈവഭക്തിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കുന്നതും ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നതും പരിശുദ്ധാത്മാവ്. ഞങ്ങൾക്ക് സ്വയമായിട്ട് പറ്റുന്ന കാര്യമല്ല. എന്നാൽ നീ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അകത്ത് തന്നത്, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അകത്ത് വാസം ചെയ്യുന്നത്, ഞങ്ങളതിൻ്റെ പാർട്ടേക്കേഴ്സാണ്. പരിശുദ്ധാത്മാവിൻ്റെ പാർട്ടേക്കേഴ്സാണ്. അത് ഞങ്ങളുടെ ഇഷ്ടം ചെയ്യാനല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം ഞങ്ങളെ കൂടി ചെയ്യാനാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അകത്താണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതും. അവിടെയാണ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടുപോകുവാൻ, ദൈവികമല്ലാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ ദൈവികമായത് മാത്രം സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ മുന്നേറുവാൻ ഞങ്ങളെ നീ സഹായിക്കുന്നതിനായി സ്തോത്രം. കേൾപ്പിച്ച വചനം ഞങ്ങളുടെ ജീവിതത്തിന് ജീവനും സമൃദ്ധിയുമായി തീരട്ടെ. അതനുഭവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇത് വെളിപ്പാടാക്കി മാറ്റി അവരിലൊരു വലിയ മാറ്റം സംഭവിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിന് പ്രയോജനമുള്ള, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതശൈലി അതിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇന്നത്തെ ദൈവശബ്ദം അതിന് ഉതകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള എല്ലാ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. വന്ന എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. അവരുടെ വിഷയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ നന്ദി പറയുന്നു. രോഗികൾ സൗഖ്യമായതിനായി സ്തോത്രം. എല്ലാവരും നടക്കുന്ന ഓരോ മീറ്റിങ്ങും അത്ഭുതമാക്കട്ടെ. ഞങ്ങൾ അനേക വിഷയങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, അതിലെയൊക്കെ മറുപടി കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് നന്ദി. ഹല്ലേലൂയ. നിൻ്റെ ഇഷ്ടമല്ലാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട. നിൻ്റെ ഇഷ്ടത്താൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവേ. അത് സമൃദ്ധിയായി അനുഭവിപ്പാനും നിന്നുള്ള സന്തോഷവും സമാധാനവും നിറപടിയായി ഞങ്ങൾ ഓരോ നിമിഷവും അനുഭവിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് ഇടയാക്കുന്നതിനായി സ്തോത്രം. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹായിച്ച പാടിയും ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ, പ്രൊജക്ടർ ഹല്ലേലൂയ, അതുപോലെ തന്നെ ലാപ്ടോപ്പൊക്കെ ഓപ്പറേറ്റ് ചെയ്ത എൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലിൻഡോയ്ക്കായി, ജിനുവിനായി, ജെറിക്കായി ഒക്കെ സ്തോത്രം ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു കർത്താവെ. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഇന്ന് വരാൻ സാധിക്കാത്തവർക്കായി സ്തോത്രം. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് അമേരിക്കയിലായിരിക്കുന്നത് അതുകൊണ്ട് ചാനി അമ്മാവി ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ മടങ്ങി വരവിനായി എല്ലാം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അത്ഭുതം ചെയ്യട്ടെ. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. കുഞ്ഞുങ്ങൾക്കായി, കുടുംബജീവൻ നയിക്കുന്നവർക്കായി ഒക്കെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശത്തിന് ഞങ്ങളൊരു അനുഗ്രഹമായി മറ്റുള്ളവർക്ക് വെളിച്ചമാക്കി ഞങ്ങളെ തീർത്തിരിക്കുക സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ.